കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. അത്താഴം കഴിഞ്ഞാൽ അരക്കാതെ നടക്കണം പണ്ടുള്ളവർ പറയാറുണ്ടല്ലേ. എന്തുകൊണ്ടെന്നറിയാം? അത്താഴം കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത്താഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്തിപ്പഴത്തോളം എന്നൊക്കെ പറയാം. നമ്മൾ ഏറ്റവും കുറച്ച് മാത്രം കഴിക്കേണ്ട അവസ്ഥ അത്താഴം. രാത്രി നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് എടുക്കുക, അതിന് ഒരുപാട് ആഹാരം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. അപ്പം കുറച്ച് ആഹാരം മാത്രം കഴിച്ചാൽ മതി. നമ്മൾ ആഹാരം കഴിച്ചിട്ട് നടക്കുന്ന സമയത്തിന് നമ്മൾക്ക് ആ ഒരു പെട്ടെന്ന് ഡൈജഷൻ പ്രോസസ്സൊക്കെ പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ഭൂമിയായി ടച്ച് ചെയ്ത് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ ആൾക്കാരും ചെരുപ്പിടാറില്ല. നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ഓരോ 4 മണിക്കൂർ നമ്മുടെ ശരീരത്ത് ഒരുപാട് വിഷം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പറയാം. പഴയ കാലത്തുള്ളവരൊക്കെ പറയും പാമ്പിന് പല്ലില് വിഷം, തേളിന് വാലില് വിഷം, മനുഷ്യന് സർവാംഗം വിഷം എന്നാണ് പറയുക. അപ്പോൾ മനുഷ്യന്റെ ശരീരത്ത് 4 മണിക്കൂർ കൂടുമ്പോൾ ഓരോ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ സയന്റിഫിക്കലൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയായിട്ട് ബന്ധം വരുമ്പോൾ ആ നെഗറ്റീവ്സിനെല്ലാം ഭൂമി അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമുക്ക് ശരീരം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റ് അതുകൊണ്ടാണ് കുളിച്ചിട്ട് പൂജാമുറി പോലും കയറാവും എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആ രാത്രിയിൽ എന്ത് കാര്യം ചിന്തിച്ചാൽ ഭക്ഷണം കഴിഞ്ഞ് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നാണ് പറയുക. ഭക്ഷണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അല്പം മധുരം കൂടെ കഴിക്കണം. മധുരം കഴിച്ച് ഈ പറഞ്ഞ 2-3 സ്റ്റെപ്പ് നടന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ നാളത്തെ കാര്യങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുകയോ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാം. അല്ല ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കയറി കിടക്കാൻ പാടില്ല. ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ അലസമായിട്ടിരിക്കുക. ഭക്ഷണം കഴിഞ്ഞാൽ ചേരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വെടി പറഞ്ഞൊക്കെ ഇരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. എന്നാലും ഒരു 1/2 കിലോമീറ്ററെങ്കിലും അല്ലെ മുറ്റത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറച്ച് നേരം നടന്ന് എന്തെങ്കിലും മധുരമുള്ള വസ്തു കഴിച്ച് അതിനുശേഷം വെള്ളം കുടിച്ചതിന് ശേഷം പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് കിടക്കാം. ആ കാര്യം നടക്കും. അല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ എന്ത് കാര്യം തീരുമാനിച്ചാലും അത് നടക്കത്തില്ല, നടക്കാൻ പോകുന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 4 ആൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം നുറുങ്ങ് അറിവുകളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ പഠനാഭിമുഖ്യവും വൈകല്യവും കണ്ടറിഞ്ഞ് മാർഗനിർദ്ദേശം നൽകാൻ, പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത